രാവിലെ തന്നെ കാപ്പി ചാക്കിലാക്കുന്ന പണിയിലാണ്. നല്ല മഞ്ഞുണ്ട്. നമ്മളെ കാപ്പി ഉണങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ ഷീറ്റിന്റെ മുകളിലൊക്കെ കണ്ടില്ലേ മഞ്ഞ്. നാസർക്ക വലിച്ചോളി. നാസർക്ക് രാവിലെ വന്നിട്ടുണ്ട്. കാപ്പിയൊക്കെ ചാക്കിലാക്കുമ്പോ ഏറ്റവും നല്ലത് ഒന്നില്ലെങ്കിൽ വൈകുന്നേരം ആക്കണം. വൈകുന്നേരം പിന്നെ രാത്രി ഇരുടാവുന്നതുകൊണ്ടേ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ നന്ന രാവിലെ. വെയിലായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ കളത്തിലൊക്കെ നല്ല ചൂടായിരിക്കും. പിന്നെ പൊടി ചൂടിനെക്കാട്ടി മെയിനായിട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് ചൂടിനെക്കാട്ടി മെയിനായിട്ട് പൊടിയാ. കണ്ടില്ലേ ഉള്ളിലോട്ടൊന്നും ഒരു നനവും വരില്ല. ഷീറ്റിലിട്ടാലൊരു ഗുണം അങ്ങനെയല്ല സഖ. കണ്ടില്ലേ കാപ്പി നല്ല ഉണങ്ങിയിട്ടുണ്ട്. നല്ല ആയിട്ടുണ്ട് കേട്ടോ. കാപ്പി ഉണങ്ങിയോ നോക്കാം. ഞങ്ങൾ ഒരു പകുതി ഉണക്കാകുമ്പോ തന്നെ നമ്മൾ പിടിച്ചിങ്ങനെ കുലുക്കി വെക്കും. നല്ല കുലുങ്ങുന്നുണ്ട്. നല്ല സെറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഈ സൗണ്ട് തന്നെ നോക്ക്. നിങ്ങളെങ്ങനെ പെറുക്കിക്കോളി. ഈ കമ്പുകൾ ഇങ്ങനെ കാണുന്നതിന് ആസർക്ക് പിന്നെയും പെറുക്കണം. പരമാവധി നമ്മൾ പെറുക്കിയിട്ടുണ്ട്. എന്നാലും ചെറിയതൊക്കെ കാണും. നമ്മൾ അത്രയും വൃത്തിയാക്കിയിട്ടാണ് കാപ്പി ചാക്കിലാക്കുക. ഈ കാപ്പി പഴുത്തത് നമ്മൾ പരത്തിയിടുന്നൊക്കെ മുന്നേ വീഡിയോ കാണിച്ചതാണ്. അന്ന് നമ്മൾ പറയുന്നു 31 പറ നാസറാക്കാൻ നമ്മളിട്ട് 31 പറ കാപ്പി നമ്മൾ അളന്നിട്ടാണ്. ഏകദേശം 3 ചാക്ക് കാപ്പി നമുക്ക് കിട്ടും. അത് ഉണങ്ങിയിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞാണ് നമ്മളിപ്പോ ഈ ഉണങ്ങിയത് ചാക്കിലാക്കുന്നതിന്റെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പണി തുടങ്ങല്ലേ. അപ്പൊ നമ്മൾ കാപ്പി കൊടുക്കുന്നതേ WSSനാണ്. WSS സൊസൈറ്റിക്കാണ് നമ്മൾ കാപ്പി കൊടുക്കുന്നത്. ഇപ്പൊ കാപ്പി കൊടുക്കൂല. നമ്മളെല്ലാം പറിച്ചു കഴിഞ്ഞ് സ്റ്റോക്ക് ചെയ്ത ശേഷം വിലയൊക്കെ അനുസരിച്ചാണ് WSSന് കൊടുക്കുന്നത്. അപ്പൊ അവരുടെ ചാക്കാട്ടത്. WSSന്റെ ചാക്ക് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. അപ്പോൾ കാപ്പി ഉണങ്ങി കിട്ടുന്നതനുസരിച്ച് ഒരു ചാക്ക് നമ്മൾ ഇതുപോലെ കൊണ്ടുവരും. അവര് ഓർഗാനിക് ഒക്കെ എഴുതിയിട്ടുള്ള ഓർഗാനിക് ഉള്ളവർക്കാണ് നമുക്ക് ഈ ചാക്ക് തരിക. അവര് ഇതാണ് ചാക്ക് കേട്ടോ. ഇതിൽ നമുക്ക് ഏകദേശം 55 കിലോ നടക്കണം കേട്ടോ. 54 നമ്മളൊരു ചാക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 6 പറ ഇട്ടാൽ ഒരു ചാക്ക് ആയി നമ്മൾ കണക്കില്. നമ്മൾ തൂക്കി വെക്കുമ്പോൾ ഇതിൽ 55 ആക്കും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, 6 പറ വെച്ചിട്ട് എത്ര ചാക്ക് കാപ്പി കിട്ടിയെന്നൊന്ന് കാണിക്കണല്ലോ. അപ്പൊ അത് വേഗം നടക്കാം. എന്നിട്ട് നമ്മൾ ഓരോ തൂക്കം റെഡിയാക്കി വെക്കാം. കണ്ടില്ലേ ഉണക്കില് നല്ല ഈ ഒരു സൗണ്ട് എത്തില്ലേ. പറയല അളന്നിട്ട് തന്നെ നമ്മളിടുന്നത്. പിടിക്കുക നമ്മള് അളന്നിട്ട സമയത്ത്, അതായത് പഴുത്ത കാപ്പി നമ്മൾ ഇട്ട സമയത്ത് കൂമ്പിച്ച് കഴിഞ്ഞിടുക. ഇത് നമ്മൾ ലെവല് വെച്ചിട്ടാണ് ഇളക്കുക. ഇതാണ് ഒരു പറ. പഴുത്തത് നമ്മൾ കൂട്ടിയിടും. പിന്നെ ഒരു ഇത് നമ്മൾ നോക്കിയത്, നമ്മൾ ഉണക്കായ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പറ എടുത്തൊന്ന് തൂക്കിയിരുന്നു കേട്ടോ. ഒരു പറ വെച്ചിട്ട് ഏകദേശം എത്ര കാപ്പി ഉണ്ടായിരുമ്പോൾ 9 കിലോ കാപ്പിന്റെ അടുത്ത് ഒരു കിലോ 9 ചെറുതായിട്ടൊരു മാറ്റം വന്നു. പിന്നെ നമ്മൾ ഇന്നലത്തെ ഉണക്കൂടെ കിട്ടിയപ്പോൾ കറക്റ്റ് 9 എത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണ് 9 × 6 54 ഒരു ചാക്ക് എന്ന് പറയുന്ന കാപ്പി 6 പറയലാന്ന് പറയുന്നത്. രണ്ടാമത്തെ പറയട്ടെ. ഇത് മൊത്തം നമുക്ക് നല്ല ഉണങ്ങി കഴിഞ്ഞാൽ കാപ്പിയുടെ വെയിറ്റ് ഒക്കെ ഈ ഒരു വെയിറ്റിൽ എത്തും. ണ്ടോ ഇപ്പൊ തന്നെ ചെറുതായിട്ട് പൊടിയുണ്ട്. നമ്മള് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ പൊടിയും ചൂടെല്ലാം കൂടെ വന്നു കഴിഞ്ഞാല് നമുക്ക് ചാക്കിലാക്കാൻ ഭയങ്കര പണിയാ. എടുത്തേ ഇതിന്റെ ചാക്ക് അത്യാവശ്യം വീതിയുണ്ട്, അതിനനുസരിച്ച് നീളമുണ്ട് അല്ലേ. മൂന്നാമത്തെ പറ ഇട്ടു കേട്ടോ. നമ്മൾ ഫസ്റ്റ് മാത്രം നിറയ്ക്കുന്നത് കാണിച്ചു തരാം, പിന്നെ നമുക്ക് ആക്കി വെക്കാലോ. മൂന്നാമത്തെ പറ ഇവിടെയൊക്കെ പൊടിയുണ്ട്. ഇതിപ്പോ എടുക്കും. ഇതൊക്കെ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മള് പൊടി നീക്കം ചെയ്യുന്നൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ. ലാസ്റ്റിലാ ചെയ്യാ. ഫസ്റ്റ് റൗണ്ടിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ കഴിയും. നാലാമത്തെ പറയല്ലേ. ഇപ്പൊ 2 ദിവസമായിട്ട് തണുപ്പ് കുറവാണ്. ഒന്നും പറയണ്ട. ഈ കാപ്പി ഇട്ടത് നമ്മൾ ഏകദേശം നല്ല ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാക്സിമം പോയി 10 ദിവസത്തിനുള്ള കാപ്പി ഉണങ്ങി കിട്ടണം. ഇത് അതിലും മേലായി പോയി. കറക്റ്റ് വെയില് കിട്ടിയില്ല. എന്നും മഴക്കാറ്. ഇപ്പൊ 2 ദിവസം മുന്നേ മഴ ചാറി. ഭാഗ്യത്തിന് വലിയ മഴ ഒന്നും പെയ്യാതെ പോയി. ഈ സമയത്തൊക്കെ മഴ പെയ്താല് ഇത്രയും ബുദ്ധിമുട്ടാണ്. 5ാമത്തല്ലേ? 5അല്ലേ? സംസാരത്തിനൊക്കെ മാറി. 5 പറ.
അപ്പൊ ഇത് 6ാമത്തെ പറ കേട്ടോ. നമുക്ക് ഒരു ചാക്ക് കാപ്പിയായി. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിന്റെ തൂക്കം റെഡിയാക്കാം കേട്ടോ. അതായത് ഇവർക്ക് വെക്കുമ്പോഴേ നമ്മളെ 55, 200, 250 വരെയൊക്കെ വെക്കും നമ്മള്. 200 ചാക്ക് കുറച്ച് കഴിഞ്ഞാൽ 55 തൂക്കം കിട്ടണം. ഇത് അതിലും കൂടുതൽ പോകും, പക്ഷെ അവർക്ക് ലോഡിങ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് മാക്സിമം ഒരു 55 നിറയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സാധാരണയൊക്കെ നിറക്കുമ്പോൾ ഒരു ചാക്ക് 54 കിലോ തന്നെ വരിക. പക്ഷെ WSSന്റെ അകത്ത് 55 വരുന്നത്. ഒരു ചാക്ക് കാപ്പി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി മൊത്തം നിറക്കട്ടെ. എന്നിട്ട് നമുക്ക് 3 ചാക്ക് കാപ്പി കിട്ടുമോ നോക്കണല്ലോ. അതല്ല നമ്മൾ പറഞ്ഞത് 3 ചാക്ക് കാപ്പി ആയിരിക്കും നമുക്ക് 31 പറ അളന്നിട്ടാ കിട്ടുകയെന്ന്. കുറച്ചുകൂടെ അങ്ങോട്ടല്ല, ഫസ്റ്റ് ഒരു പ്രശ്നമുള്ളൂ. പിന്നെ ലാമ്പ് നിൽക്കും. ചാക്ക് വല്ല പറക്കേ ഇതിന്റെ അടുക്കൂടെ ഒരു ക്രോസ് ആയിട്ടൊരു കമ്പി ഉണ്ട്. ആ കമ്പി കാണുന്ന ലെവലായിട്ട് അത് കാണരുത്, അതിന്റെ ഒരു ലെവലായിട്ടാട്ടതാ നമ്മൾ തട്ടുക. അപ്പൊ 2ാമത്തെ ചാക്കില് 6ാമത്തെ പറ അല്ലേ. 2 ചാക്ക് കാപ്പിയായി. ഈ കമ്പ് എത്ര പെറുക്കിയാലും പിന്നെയും കാണൂല്ലേ. കാണൊക്കെ പരമാവധി നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. അതിനൊരു ചെറുതായിട്ട് ചാക്കിൽ തൂക്കം കുറക്കിട്ടോ. അതങ്ങനെ എല്ലാവർക്കും ചില ഇതൊക്കെ ഭയങ്കര കമ്പിയായിരിക്കും. നമ്മൾ അത്രയും വൃത്തിയിൽ പിന്നെ WSSന് കൊടുക്കുമ്പോൾ ഒരു പരമാവധി വൃത്തിയാക്കണമെന്ന് ആദ്യമേ പറയും. കാപ്പിക്ക് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വേറെ ചാക്ക് എടുക്കട്ടെ. ഈ ചാക്കിന് ചെറിയൊരു ക്വാളിറ്റിയും കാര്യം ഒരു മെയിനായിട്ട് നോക്കും. ഒരു ചാക്കുണ്ടല്ലേ ഓർഗാനിക്കിന്റെ. ഓർഗാനിക് ആയവർക്ക് മാത്രമേ ഈ ഒരു ചാക്ക് തരുള്ളൂ. ഞങ്ങളിപ്പോൾ ഒരു 5 വർഷത്തോളമായി WSSന് കാപ്പി കൊടുക്കുന്നു. ഉണ്ടോ തട്ടി അസർക്കാ ഇങ്ങനെ കുറച്ച് തട്ടിക്കോളി. എന്നിട്ട് പരമാവധി നമുക്ക് പൊടി ഒഴിവാക്കിയിട്ട് ഈ ഒരു സൗണ്ട് വരുന്നത് തന്നെ പറഞ്ഞല്ലോ. നല്ല ഉണക്കായാലാണ് നമുക്ക് ഈ ഒരു കിലികിരി സൗണ്ട്. കിലികിരി സൗണ്ട്. പിന്നൊന്ന് നമ്മൾ ചിലവരെ മണ്ണിന്റെ കളത്തിലും ഒക്കെ കാപ്പിയുടെ സിമെന്റിന്റെ കളത്തിലിട്ടാലൊക്കെ പൊടി കൂടുതലായിരിക്കും. ഇത് നമ്മളെ ടാർപോളി ഷീറ്റിൽ ഇട്ടുകൊണ്ടതാ ഈ ഒരു ഭാഗത്തെ കുറച്ച് പൊടിയുള്ളൂ. നമ്മളെ കാപ്പി എടുക്കുന്നവർക്കും ഒക്കെ നല്ല വൃത്തിയുള്ള കാപ്പി തന്നെ കിട്ടും. എത്രക്ക എവിടെ നീക്കട്ടെ. നമുക്ക് കുറെ കാപ്പി ഇനി ഇടാനുണ്ട് കേട്ടോ. ഇത് ഉണങ്ങി കിട്ടാൻ വൈകിയോണ്ട് 1.5 ആഴ്ചയോളം പറിച്ച കാപ്പിന് നമുക്ക് കളത്തിലിടാണ്ട്. പിന്നെ വേഗം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പണി ചെയ്യണം. ഒക്കെ കാലാവസ്ഥനനുസരിച്ചിരിക്കും. ഈ 2 ദിവസം ഒരു മൂടിക്കെട്ട് വന്നു. 2 അല്ല, ഒരാഴ്ച തന്നെ വെയിൽ കുറച്ച് വരും. ആ മൂടിക്കെട്ട് വന്നിട്ട് അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് ഇപ്പം ഇത് ഉണങ്ങി കിട്ടാനൊക്കെ ഇത്രയും വൈകിയത്. ഇനിയിപ്പോൾ എപ്പോഴോ 2 അന്ന് ഞാൻ പറഞ്ഞത് 10 ദിവസത്തിനുള്ളിൽ എന്തായാലും ഉണങ്ങി കിട്ടും. ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം ഒന്നും അറിഞ്ഞില്ല. ഇപ്രാവശ്യത്തെ ആദ്യത്തെ ചാക്കിലാക്കലല്ലേ അസ്രക്ക. ഫസ്റ്റ് വിളവെടുത്ത കാപ്പിയും ഫസ്റ്റ് ചാക്കിലാക്കണ കാപ്പിയും. ഇനി അങ്ങോട്ട് ഇത്ര ഒന്നല്ല കേട്ടോ. ഇനി നമുക്ക് കൂടി വരും. ഇത് നമ്മൾ അന്ന് പഴുത്ത കാപ്പി മാത്രം നമ്മള് തെരഞ്ഞു പറയുന്നു. ഇപ്പം ഏകദേശം അടക്കി പറയാനായിട്ടുണ്ട്. എല്ലാം പഴുത്തു തുടങ്ങി. പിന്നെ നല്ല പഴുത്ത കാപ്പി ആയതുകൊണ്ട് നമുക്ക് നല്ല തൂക്കം കിട്ടും. നമുക്ക് ഒരു കുറഞ്ഞ തോട്ടുള്ള ആളുകൾക്ക് അങ്ങനെ നടക്കുള്ളൂ. കൂടുതൽ ഇപ്പം ഹെക്ടർ കണക്കിനും വലിയ എസ്റ്റേറ്റിലൊന്നും അവർക്ക് അങ്ങനെ പഴുത്തത് മാത്രം തെരഞ്ഞു പറിക്കലാവൂല. അപ്പൊ എല്ലാം വരും. അപ്പൊ നമ്മളിതൊക്കെ ആകുമ്പോൾ നമുക്ക് കുറഞ്ഞ ഏരിയ ഒക്കെ നമുക്കൊരു 2 ഏക്കറിന്റെ അടുത്ത് സ്ഥലമല്ലല്ലോ. അപ്പൊ അതിൽ നമുക്ക് കറക്റ്റ് വൃത്തിക്കാക്കി നല്ല പഴുത്തതും ആയതൊക്കെ നോക്കി അങ്ങനെ പറിക്കാം. ഇനി ഷൂ വരണം. കാപ്പിന്റെ ഉള്ളിൽ ചവിട്ടേണ്ടി വരും. ഇതുവരെ കാപ്പി കൂട്ടി വെച്ചല്ലോ. നമുക്കത് പൊടിയൊക്കെ വാരിയെടുക്കാൻ ഇതിൽ ഉള്ളിൽ ചവിട്ടണം. നാസർ നമുക്ക് അത് തേച്ചെടുക്കാം. പിടിച്ചോളി. മെഷീൻ വേണം. പിടിച്ചോളി. നിങ്ങൾ കൂടുതൽ നിറച്ചിട്ടുണ്ട് അല്ലേ? അത് കുറച്ച് കാപ്പി കൊണ്ട് എടുക്കണം. നമുക്ക് 55 മതി. നിങ്ങൾ കുറച്ചും കൂടെ ഉള്ളതിൽ ഇട്ടിരുന്നല്ലോ അല്ലേ? അത്ര വേണ്ട. ഇത് നമുക്ക് 55ലേക്ക് 55 200 മാറ്റണം കേട്ടോ. കുറച്ചുണ്ട്.
57 പോയി. ഇതിൽ 60 കിലോ വരെ പോവും. അത് ഞാൻ പറഞ്ഞ കൂടുതൽ നടക്കണ്ട. പിന്നെ നമുക്ക് നമ്മളെ 4 ഇതാക്കിട്ട് 55 മറ്റേ എടുക്കി മാറ്റി 55 300 അല്ലേ? 55 250 നിർത്തും. എന്താ വെച്ചാല് അവർ 200 ചാക്ക് കുറക്കും. പിന്നെ എന്തെങ്കിലും വേരിയേഷൻ വന്നിട്ട് നമുക്ക് 55 തൂക്കം കിട്ടണം ചാക്ക് കഴിച്ചിട്ട്. ഇതാ ഈ ഒരു ലെവലിലോട്ട് ഇങ്ങോട്ട് ഇറക്കിയ കേട്ടോ. അങ്ങോട്ട് ചെറി ഇനി 3 ചാക്ക് നമുക്ക് ഇതുപോലെ 55 250 ആക്കിയിട്ട് നിർത്തണം. അപ്പൊ ഇത്ര കാപ്പി ബാക്കിയുണ്ട്. ഈ കാപ്പി വന്നതാ, ഈ കാപ്പി കൂടുതൽ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ 3 ചാക്ക് കാപ്പി കിട്ടുന്നതാണ്. അതിൽ കൂടുതൽ കാപ്പി വന്നത് പറ ഇടുന്ന സമയത്ത് നമ്മൾ മാക്സിമം കൂമ്പിച്ചിട്ടാണ് പറ ഇട്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാപ്പി നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ വരും. എന്തായാലും നമ്മൾ വടിച്ചളന്നാലാണ് നമുക്ക് ഇടുന്ന സമയത്ത് വടിച്ചളന്നാലാണ് കറക്റ്റ് 3 ചാക്കൊക്കെ. പിന്നെ ഒരു പറ കൂടുതലും അല്ലേ, 31 പറയുണ്ടല്ലോ, 30 പറയല്ലോ. പിടിച്ചോ, വെയിറ്റ് ഉണ്ട് പിടിച്ചാ അല്ല. ഈ ചാക്കിൽ നമ്മള് പിന്നെ എക്സ്ട്രാ കുറച്ച് ഇട്ടില്ല എല്ലാത്തിനും, അതുകൊണ്ടാ. പൊടിയുള്ള കാപ്പിയൊക്കെ നമ്മള് പഠിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. എന്നാലും പൊടി കുറവാണ് അത്രക്ക. വലിയ പൊടിയില്ല, ഞങ്ങൾ അരിപ്പയിലിട്ട് ഇങ്ങനെ ആക്കും വേണ്ട. പിന്നെ രാവിലെ ചെയ്യുന്നോണ്ട് മൊത്തത്തിൽ പൊടി പാറലും കുറവല്ലേ, ഒക്കെ മഞ്ഞിലോട്ടായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പൊടി ഇതുപോലെ അങ്ങനെ ഇതാക്കുന്നത്. ഇത് 2 വാറിന്റെ അടുത്ത് എന്തായാലും ഉണ്ടാവും അല്ലേ? ഇത്ര കൂടുതൽ നമുക്ക് ഒരു കൊട്ടയും കൂടെ എടുക്കേണ്ടി വരുമോ? കുറച്ച് കൂടുതലായി പോയിട്ട്, അല്ലെങ്കിൽ വേഗം കഴിയും പരിപാടി. പൊടിയൊക്കെ പോയി കൊട്ടയൊക്കെ ഇതുപോലെ തന്നെ അത് തട്ടിയെടുക്കുക. 2 സെക്ഷൻ ഉണ്ടായിരുന്നു, ഒരു സെക്ഷൻ പൊളിഞ്ഞിരിക്കുന്നു. അത്രമാകും. ഇപ്രാവശ്യം നമ്മൾ ആ സ്കൂളിലിട്ട് ടൈറ്റ് ചെയ്യണം അവിടെ നെറ്റ്. പിന്നെ ഈ അടിയിൽ വരുന്ന ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നല്ല ആവശ്യമുണ്ട്. നമ്മൾ കോഴിഷെഡിലൊക്കെ ഇട്ട് കൊടുക്കും. നമ്മൾ അറക്കപ്പൊടി ഇടുന്ന പോലെ കോഴിഷെഡിലൊക്കെ ഇട്ട് കൊടുത്താൽ അത് അവിടെ കിടന്നിട്ട് എന്തായാലും അത് വളമാണ്. പിന്നെ നമ്മൾ ഷെഡിലും കൂടെ ഇടുമ്പോൾ കോഴികൾക്കും നല്ലതാണ്, അവിടുന്ന് വളമായി കിട്ടും. കമ്പ് നമ്മൾ എത്ര പെറുക്കിയാലും കമ്പ് വരും അല്ലേ? പറയലിട്ടോക്കെ ഇതും കൂടെ ഉണ്ടല്ലേ. ഈ പറയട്ടെ, ഇപ്പൊ 2 പറയല്ലേ അതിലിട്ട്? അത് ഒരു പറക്ക് തികയില്ലേ? കുറച്ചുകൂടെ വേണം അല്ലേ? അപ്പൊ ഒരു പറ ആയിട്ടില്ല, കുറച്ചുകൂടെ ഇടണം. നമുക്ക് കുറച്ച് ഇടാം, വേഗം പരിപാടി ചെയ്യും. നമ്മള് ആയ ചാക്കുകൾ വേഗനി തുന്നി വെക്കട്ടെ. ഇതിലേക്ക് നമുക്ക് 3 പറയിട്ട് ഒരു ഇത്ര കാപ്പി ബാക്കിയുണ്ട്. നമുക്ക് ഇതിലിടാം. എന്താ വെച്ചാൽ നമ്മള് 55 തൂക്കാക്കിയിട്ടല്ലേ ഇടുക. കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കറക്റ്റ് പറയല അളന്ന് കാണിച്ചത്. നമുക്ക് 3 ചാക്ക് കാപ്പിയും കിട്ടി. 3.5 ചാക്ക് കാപ്പി കിട്ടി. അതില് 2 കാര്യമുണ്ട്. ഒന്ന് വെയിറ്റ് കൂടുതലുണ്ട് കാപ്പി നമുക്ക്. അത് കിട്ടാനുള്ള കാരണം കാപ്പി ഉണങ്ങാഞ്ഞിട്ടല്ല, നല്ല ഉണക്കാണ്, മാക്സിമം ഉണക്കാണ്. പക്ഷെ നമ്മൾ പഴുത്ത കാപ്പി പറിക്കുമ്പോൾ അന്ന് ഞാൻ പറയുന്നു നല്ല തൂക്കം കിട്ടുന്നു. പച്ചക്കാപ്പിയേ ഇല്ല നമ്മൾ പറിക്കുന്നതിൽ. അതുകൊണ്ട് നമുക്ക് കാപ്പിക്ക് തൂക്കം കിട്ടും, പ്രതീക്ഷയിലും വെയിറ്റ് വരും നമുക്ക്. പിന്നെ ഇപ്പോൾ പറ കൂമ്പിച്ചിട്ടതുകൊണ്ട് അന്ന് 31 പറ ആകുമ്പോൾ തന്നെ 3 ചാക്കിൽ കൂടുതലായി. നമ്മൾ ഇടുമ്പോൾ അത്രയും നിറച്ചിട്ടുകൊണ്ടാണ് നമുക്ക് ഇത്ര കാപ്പി ബോണസ് ആയിട്ട്. നമ്മൾ 3 ചാക്ക് കഴിഞ്ഞിട്ടുള്ള ബോണസാണ് അരച്ചാക്കി. അപ്പം ഇതിങ്ങനെ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അടുത്തിട്ട് വേണം. കത്തി വേണം, കത്തി ഉണ്ട്, അങ്ങനെ പൊട്ടിക്കണ്ട. അതാ ഇതൊക്കെ WSSന്റെ കഴിഞ്ഞ വർഷം നമുക്ക് പുതിയ ചാക്കായിരുന്നു, ഇപ്രാവശ്യം പഴയ ചാക്കാണ്, ഒരു ഉപയോഗിച്ച ചാക്ക. അവർ ആദ്യം കുത്തിയതിന്റെ ഇതുണ്ടല്ലേ. ചാക്കിന്റെ പൈസക്ക് WSS നമുക്ക് തിരിച്ചു തരും കേട്ടോ. ഇപ്രാവശ്യം പൈസക്ക് പകരം എന്ത് ചെയ്തു, 2ാമത്തെ ചാക്ക് നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. കാപ്പി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പറയാനുള്ളൂ. അപ്പൊ നമ്മള് മാർക്കറ്റ് ഇരിക്കും. അപ്പം ഇതാ കയ്യോടെ നമ്മുടെ സൊസൈറ്റിയിൽ, WSSന്റെ സൊസൈറ്റിയിൽ നമുക്കൊരു കോഡ് ഉണ്ട്. അപ്പൊ ആ കോഡ് ഇതിനെ നോട്ട് ചെയ്ത് വെക്കണം. ഇവിടെ തന്നെ ഉണ്ട്. ഏതാ
PZ1160 കേട്ടോ. അത് നമ്മൾ എല്ലാ സൈഡിലൊന്ന് എഴുതി വെക്കുന്നല്ല. PZ1160 ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ കാപ്പി നേരെ സ്റ്റോക്ക് ചെയ്ത് വെക്കാണ്. ഇപ്പം അടുത്തൊന്നും കൊടുക്കൂല, വില ഇപ്പം കുറഞ്ഞിട്ടൊന്ന് കൂടി വരുന്നുണ്ട്. അതിനനുസരിച്ച് WSS നമ്മളെ ഗ്രൂപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്, കയറി വരുന്നുണ്ട്. ഏകദേശം 12,000 അടുത്ത് ചാക്കിന് വിലയായിട്ട് വന്നിട്ടുണ്ട്. 54 കിലോയ്ക്കാണ് കേട്ടോ 12,000 രൂപ. നമ്മൾ WSS ഇതിലും കൂടുതലായിരിക്കും, എപ്പോഴും മാർക്കറ്റ് റേറ്റിലും ഒരു 500-600 രൂപ ചാക്കിന് കൂടുതലായിരിക്കും WSS കൊടുക്കുമ്പോൾ. അപ്പോൾ ആ വില ആയി വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ നല്ല വീടിൻ്റെ ഉള്ളിൽ ശരിക്കും ഇതിൻ്റെ നല്ല ഉണക്കും, അതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലം, ഈർപ്പൊന്നും തട്ടാത്ത ഞങ്ങൾ നല്ല തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീടിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിലായിട്ട് ഞങ്ങൾ വെക്കുന്നത്. അത്യാവശ്യം അതിലും ചെറിയ ടെമ്പറേച്ചറും കാര്യമൊക്കെ ഉണ്ടാവും. ഈർപ്പം തട്ടുന്നിടത്തൊക്കെ കാപ്പി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വിൽക്കാൻ നേരത്ത് കാപ്പിയൊക്കെ വീണ്ടും പൂപ്പലാവും, അല്ലെങ്കിൽ കുത്തം വരും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കുത്തം വരുന്നത് മെയിനായിട്ട് ഉണക്ക് പറയുമ്പോഴാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണ്. ഇനി ഇത് കൊടുക്കുന്ന നമ്മൾ എന്തായാലും വീഡിയോയിൽ കാണിക്കും. മൊത്തം കാപ്പി നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊക്കെ സൂക്ഷിച്ചൊക്കെ വെച്ചിട്ട് മാർക്കറ്റിന്റെ റേറ്റ് നമ്മൾ അങ്ങനെ പഠിക്കും. ഇനി എൻ്റെ പരിപാടി ലണ്ടൻ കോഫി മാർക്കറ്റ് നോക്കൂട്ടോ. നമ്മൾ അതിങ്ങനെ ഡെയിലി നമ്മൾ ആഴ്ചയിൽ വെള്ളിയാഴ്ച വരെ, തിങ്കൾ മുതൽ വെള്ളി വരെ ലണ്ടൻ കോഫി മാർക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ലൊരു വില നമുക്ക് ഏകദേശം ഒത്തു വരുന്ന കണ്ടാൽ അപ്പം നമ്മൾ കാപ്പി കൊടുക്കും. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ കാപ്പി ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നവരും, പിന്നെ കാപ്പിയുടെ ഇത് വയനാട്ടിലൊക്കെ എല്ലാവരും കാപ്പി കൃഷി കാണുന്നവരൊക്കെ ആയിരിക്കും, പക്ഷെ മറ്റ് ജില്ലകളിലൊന്നും ഇത് കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെയാണ് പ്രോസസ്സ്. നമ്മൾ കാപ്പി പറിക്കുന്നത് കാണിച്ചു, കാപ്പി ഇങ്ങനെ ഉണക്കാൻ ഇടുന്നത് കാണിച്ചു. ഇപ്പോൾ ഇതാ ഉണക്കിയിട്ട് ഫസ്റ്റ് ബാച്ച്, ഞങ്ങൾ ആദ്യത്തെ ബാച്ച് നമ്മൾ ഇതാ എടുത്തു വെക്കുന്നത്. ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കാപ്പി നമുക്ക് മാർക്കറ്റിൽ എത്തുന്നത്. ഇത് കുത്തിയിട്ടാണ് ഇനി കാപ്പി പൊടിയാക്കുന്നത്. ഇത്രയുള്ള വീഡിയോയിൽ ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ബാക്കി കുറേ കാപ്പി നമ്മൾ 1.5 ആഴ്ചത്തെ കാപ്പി നമുക്ക് കളത്തിലിടാണ്ട്, അത്യാവശ്യം കനം കൂടും നമ്മളെ കളത്തിൽ ഇനി ഇടുന്നത്. അപ്പോൾ അത് ചെയ്യാണ്ട് വേഗം ചെയ്യാം, ആ പണി എടുക്കട്ടെ. വെയിൽ വരുമ്പോഴത്തേക്കും അതുകൂടെ നിരത്തി കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞു.